നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് ബി.ജെ.പി. ഒന്നാം സ്ഥാനത്ത് വോട്ടിംഗ് ശതമാനത്തിലെത്തിയൊരു പഞ്ചായത്താണ് പടിയൂർ പഞ്ചായത്ത്. ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലാണ് ഈ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പടിയൂർ പഞ്ചായത്തിൽ ബി.ജെ.പി. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി മാറുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ബി.ജെ.പിക്ക് ഏത് തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ബി.ജെ.പിയുടെ ഇവിടുത്തെ മുതിർന്ന കാര്യകർത്താക്കളോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം. പെരുവാണി കുമാർ എന്നാണ്. ബി.ജെ.പിയുടെ നിലവിൽ എന്താണ്? ബി.ജെ.പിയുടെ മണ്ഡലം കമ്മിറ്റി അംഗമാണ്. പടിയൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ വട്ടം ബി.ജെ.പി. മുഖ്യ പ്രതിപക്ഷ പാർട്ടി ആയതാണ്. ഇത്തവണ ബി.ജെ.പിയുടെ സാധ്യതകൾ എങ്ങനെയാണ്? കൂടാതെ 50 വർഷമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. എന്തെങ്കിലും ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ തലസ്ഥിതി തുടരുമോ? തീർച്ചയായിട്ടും ഈ 50 വർഷത്തെ ഭരണനേട്ടം നോക്കുമ്പോൾ തന്നെ ഇവിടെ കഴിഞ്ഞ വർഷത്തെ പ്രധാന പ്രതിപക്ഷമായി ഞങ്ങൾ ഇവിടെ നിലവിൽ വന്നത് തന്നെ ഈ പഞ്ചായത്തിന്റെ ഒരു വികസനത്തിനുള്ള ഒരു മുരടിപ്പിന്റെ ഒരു പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്താണ്. നിസാരമായ ഒരു വോട്ടുകൾ ശതമാനത്തിൽ മാത്രമാണ് ബി.ജെ.പി. രണ്ടാം സ്ഥാനത്തേക്ക് പ്രധാന പ്രതിപക്ഷമായി ഇവിടെ നിലനിന്നുകൊണ്ട് ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇപ്പോൾ നിലവിൽ രൂപീകരിച്ച ഒരു വാർഡാണ് കൂടിയത്. അതിൽ 15 വാർഡ് വന്നു. ഇപ്പോൾ ഈ 15 വാർഡുകളിലും നമ്മൾ ശക്തമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ച് വോട്ട് ചേർക്കുന്ന കാര്യങ്ങളിലായാലും അതിൻ്റെ പല ഘട്ടങ്ങളിലായാലും ബി.ജെ.പി. മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 15 വാർഡിൽ 15 വാർഡും പിടിച്ചുകൊണ്ട് ഇവിടെ ഭരണം ഞങ്ങൾ പിടിക്കും എന്നുള്ള പ്രതീക്ഷകളിൽ തന്നെയാണ് ബി.ജെ.പിയുടെ ഓരോ പ്രവർത്തകരും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാ പദ്ധതികളും ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളിപ്പോൾ ഈ ഇതിനഭിമുഖം നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു 15-ാം വാർഡിൻ്റെ കുടുംബസംഗമം കഴിഞ്ഞു. അതിനുശേഷമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. അതിലും ഞങ്ങളിപ്പോൾ ഇവിടെ നമ്മളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മുടെ MT രമേശാണ് ഇത് ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. അദ്ദേഹവും ഞങ്ങളോട് ചോദിച്ച സമയത്ത് ഞങ്ങൾ ഇവിടെ പറഞ്ഞത് പടിയൂർ പഞ്ചായത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ബി.ജെ.പി. ഭരണത്തിലും എത്തുമെന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 വർഷത്തെ ഭരണവിരുദ്ധ വികാരം, LDFന്റെ ഭരണവിരുദ്ധ വികാരം ഇവിടെ പടിയൂർ പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 15 വാർഡിലും 15ലും വിജയിച്ച് വലിയൊരു മുന്നേറ്റം നടത്തുമെന്നാണ് ഇവിടെ ബി.ജെ.പിയുടെ ഓരോ പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നതും. ഞങ്ങൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. ഇപ്പോൾ സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് വലിയ മുന്നേറ്റമായിരുന്നല്ലോ ഈ പഞ്ചായത്തിൽ. നിലവിൽ LDFന്റെ ഭരണത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രശ്നം അത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അത് ഉണ്ടെങ്കിൽ അത് എന്താണ്? തീർച്ചയായിട്ടും സുരേഷ് ഗോപി കഴിഞ്ഞ 2024 നടന്ന ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ നടന്നപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി പടിയൂർ പഞ്ചായത്തിൽ ബി.ജെ.പി. ഒന്നാം സ്ഥാനത്തെത്തി 5483 വോട്ട് നേടിക്കൊണ്ട് ഇവിടുത്തെ പ്രബല രാഷ്ട്രീയ കക്ഷികളായ CPIM-നെയും കോൺഗ്രസിനെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പടിയൂർ പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഞങ്ങളെത്തി. അതിൻ്റെ പിന്തുടർച്ച എന്ന തീരുമാനത്തോടു കൂടി തന്നെയാണ് ബി.ജെ.പിയുടെ മുന്നോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും. ആ ഇലക്ഷൻ കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികളായാലും വാർഡ് കമ്മിറ്റികളായാലും യാതൊരു വിശ്രമവുമില്ലാതെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുക്കുന്ന ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ LDFന്റെ ഭരണവിരുദ്ധ വികാരം, അല്ലെങ്കിൽ LDF സർക്കാരിന് ഈ പഞ്ചായത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. അവരിവിടെ വെറും കാഴ്ചക്കാരായി നിൽക്കുകയാണ്. പഞ്ചായത്തിന് ഒരു തനതായ ഒരു കെട്ടിടം പോലുമില്ല, തനതായ ഒരു ഫണ്ട് പോലുമില്ല. യാതൊരുവിധ പഞ്ചായത്തിന്റെ മേഖലകളിൽ നോക്കുന്ന യാതൊരുവിധ മുന്നേറ്റങ്ങൾക്കും യാതൊരു പദ്ധതികൾ കൊണ്ടുവരാനും പടിയൂർ പഞ്ചായത്തിന് ഇവിടുത്തെ LDF സർക്കാരിന് കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പടിയൂർ പഞ്ചായത്തിൽ ബി.ജെ.പി. നമ്മുടെ സുരേഷ് ഗോപിയുടെ വിജയം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പിന്തുടർന്നുകൊണ്ട് ഈ പടിയൂർ പഞ്ചായത്തിൽ അധികാരത്തിലേക്ക് എത്താനും വരുന്നത്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി കഴിഞ്ഞു. ഇവിടുത്തെ LDF സർക്കാരിനെ നിഷ്പക്ഷമാക്കിക്കൊണ്ട് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പടിയൂർ പഞ്ചായത്ത് പിടിച്ച് ബി.ജെ.പി. ഭരണത്തിൽ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ചേട്ടാ, ഇപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് പൊതുവെ സുരേഷ് ഗോപി മത്സരിച്ച സമയത്തുള്ള വോട്ടിംഗ് ശതമാനം നിലനിർത്തുക എന്നുള്ളത് ബി.ജെ.പിയെ സംബന്ധിച്ച് പ്രയാസമായിരിക്കുമോ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വോട്ട് നേടാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പാർട്ടിയുടെ സംവിധാനങ്ങൾ ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും സുരേഷ് ഗോപി മത്സരിച്ച സമയങ്ങളിൽ നമ്മൾക്ക് ബൂത്ത് തലങ്ങളിലായിരുന്നു പ്രവർത്തനങ്ങൾ. പക്ഷേ നമ്മൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ വാർഡ് അടിസ്ഥാനത്തിലാണ് ഈ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെ നിലനിർത്തിക്കൊണ്ട് അവരെ തന്നെ പല വാർഡുകളിലും കൺവീനർമാരും സഹ കൺവീനർമാരുമാക്കി വെച്ചുകൊണ്ട് ഈ സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ കഴിഞ്ഞ സമയം മുതൽ തന്നെ ഈ വാർഡിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും മുൻഗണന കൊടുത്തുകൊണ്ട് വാർഡിനെ പല ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് അതിലുള്ള വോട്ട് വിഹിതങ്ങൾ പഠിച്ചുകൊണ്ട് ബി.ജെ.പിയുടെയും കോൺഗ്രസിൻ്റെയും LDFന്റെയും വോട്ട് വിഹിതങ്ങൾ പഠിച്ചുകൊണ്ട് നിഷ്പക്ഷമായി നിൽക്കുന്ന വിഭാഗങ്ങളുടെ വോട്ട് വിഹിതം പഠിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഞങ്ങൾ 2024 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങളെ മുന്നേറാൻ സഹായിക്കുന്നതും. അത് വിശദമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഓരോ മുന്നേറ്റങ്ങളും ഓരോ ചുവടുവെപ്പും. വലിയ ഭരണമാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സുനിശ്ചിതമായി തന്നെ പറയുകയാണ്, പടിയൂർ പഞ്ചായത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഭരണം ഞങ്ങൾ കൈയാളും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും.
ഇവിടുത്തെ ഓരോ BJP പ്രവർത്തകനും അവസാന BJP പ്രവർത്തകനും പറയുന്നതും BJP അധികാരത്തിൽ വരുമെന്നാണ്. വളരെ നന്ദി അടയൂർ സമയത്ത് പ്രത്യേകിച്ച്. തീർച്ചയായിട്ടും നന്ദി, നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ പടിയൂർ പഞ്ചായത്ത് BJP കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ മുഖ്യ പ്രതിപക്ഷമായിരുന്നു. ഇപ്പോൾ ഈ ഒരു പഞ്ചായത്ത് BJPക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള പ്രവർത്തകർ. ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വലിയ ഒരു ആരോപണമാണ് BJPയുടെ കാര്യകർത്താക്കൾ ഇവിടെ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പടിയൂർ പഞ്ചായത്തിൽ നിന്നും വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്. നമസ്തേ, ചേട്ടാ പേരെന്തായിരുന്നു? പേര് ഗോപാലകൃഷ്ണൻ. ഇവിടെ BJPയുടെ എന്ത് ചുമല വഹിക്കുന്നത്? BJPയുടെ ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റി അംഗമാണ്. ഓക്കെ, നിലവിൽ ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ ഈ പടിയൂർ പഞ്ചായത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി മാറിയതാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്നതാണ്. ഇത്തവണ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് BJPയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP തീർച്ചയായിട്ടും ഞങ്ങൾ അധികാരത്തിലെത്തും. 15 വാർഡിൽ ചുരുങ്ങിയത് 10 വാർഡെങ്കിലും ജയിച്ചുകൊണ്ട് ഞങ്ങൾ ചുമതല, അതായത് പഞ്ചായത്ത് ഭരണം ഏറ്റെടുക്കും. അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകളിലും ഞങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ വാർഡ് വികസന സമിതികളും അതുപോലെ വാർഡിലെ കൺവീനർ, ഇൻചാർജർ എന്നീ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ വാർഡുകളിലും BJPയുടെ മികച്ച പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJP പടിയൂർ പഞ്ചായത്തിന്റെ ഭരണം ഏറ്റെടുക്കും. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ നടന്ന സമയത്ത് BJP വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു പഞ്ചായത്താണ്. 1ാം സ്ഥാനത്തായിരുന്നു ഈ ഒരു പഞ്ചായത്തിൽ എത്തിയത്. എങ്ങനെയായിരുന്നു വോട്ടിംഗ് ശതമാനം, ലീഡിംഗ് ഒക്കെ ഏത് തരത്തിലേക്ക് എത്തിയിരുന്നു? കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15 ബൂത്തുകളിൽ 10 ബൂത്തുകളിലും BJP 1ാം സ്ഥാനത്തെത്തുകയുണ്ടായി. അതുപോലെ 4 ബൂത്തുകളിൽ BJP 2ാം സ്ഥാനം നിലനിർത്തി. അതുപോലെ ഒരു ബൂത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നത്. അപ്പോൾ ഈ LDFന്റെ ഒരു നിലവിലെ ഭരണ സാഹചര്യം അതുകൊടുത്ത ജനങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്? നിലവിൽ ആ ഒരു LDF ഭരണം തുടരാനുള്ള ഏതെങ്കിലും സാഹചര്യമുണ്ടോ? ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും LDF ഭരണത്തിൽ വരാൻ സാധ്യതയില്ല. അത്രയധികം ഭരണവിരുദ്ധ വികാരങ്ങൾ ജനങ്ങളിൽ ഉണ്ട്. അവർ അത് തീർച്ചയായിട്ടും അടുത്തു വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത് വോട്ടിങ്ങിലൂടെ അവരുടെ വികാരമറിയിക്കും. അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തിൻ്റെ വാർഡുകളിലും BJP മുൻ കാലത്തെ അപേക്ഷിച്ച് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കും എന്നും ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ചേട്ടൻ പടിയൂർ പഞ്ചായത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അതെ. ഇപ്പോൾ ഈ കഴിഞ്ഞ 50 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഇവിടെ ഒരു ഏതെങ്കിലും തരത്തിൽ ഒരു പടിയൂർ വലിയൊരു ഗ്രാമീണമായിട്ടുള്ളൊരു മേഖലയാണ്. ഇവിടുത്തെ ഒരു ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടുത്തെ LDFന് സാധിക്കും. എന്താണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം? പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളുണ്ട്. അത് ഏറ്റവും ആദ്യം നിൽക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ യാതൊരുവിധ വികസനവും ഈ കഴിഞ്ഞ 50 വർഷക്കാലം LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന 50 വർഷക്കാലം ഇതിൽ ഒരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങൾ അത് ഇപ്പോൾ ഒരുവിധം പരിഹരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, ജൽജീവൻ മിഷൻ കിട്ടിയതുകൊണ്ട്. അതുപോലെ മഴക്കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ഒരു ജനതയാണ് പടിയൂർ പഞ്ചായത്തിലുള്ളത്. ചെറിയ മഴ പെയ്താൽ പോലും വീടുകളിലേക്ക് വെള്ളം കയറി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ ഇതുവരെ അഡ്രസ്സ് ചെയ്യുന്നതിനോ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കൈവിരൽ അനക്കുവാനോ ഇവിടുത്തെ ഭരണപക്ഷത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം.